ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റം ഒന്നല്ല ഉണ്ടാക്കണത്. നോർമലായിട്ട് നമ്മൾ ഇലയടയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇലയട ഉണ്ടാക്കാനുള്ള വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ വാഴ. കുറച്ച് ശോഷിച്ച് പോയിട്ടുണ്ടെന്നുള്ളൂ, എന്നാലും ഇലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേതിലെങ്കിലും ഒന്ന് മുറിച്ചെടുക്കാം. നമ്മൾ കാര്യമായിട്ട് ഇല മുറിക്കാൻ വന്നപ്പോൾ ഒരാൾ കാര്യമായിട്ട് ഒരു കത്തിയും കൂടി എടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഉള്ള ഉറുമ്പൊക്കെ കടിച്ചിട്ട് എട്ടങ്ങാറായിട്ട് നിൽക്കണത്. അപ്പം എന്തായാലും ഇല മുറിച്ചെടുക്കുന്നുണ്ട് നമ്മൾ. ഫസ്റ്റ് തന്നെ തേങ്ങ ചിരകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സൈഡിൽ തന്നെ നമ്മൾ ചിരകിയെടുക്കുന്നുണ്ട്. അപ്പോൾ മാവ് ഉണ്ടാക്കാനുള്ള അട ഉണ്ടാക്കാനുള്ള മാവ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അരിപ്പൊടിയും പിന്നെ ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഇനി കുഴച്ചെടുക്കാം. പിന്നെ എനിക്ക് കുക്കിങ്ങിനോട് പണ്ട് മുതലേ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇപ്പോൾ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോഴും കുറച്ചൊക്കെ താല്പര്യമുണ്ട്. എന്താ വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മൾ മെയിനായിട്ട് കുക്കിംഗ് ആണ് ഇടുന്നത്. വെള്ളം ഒഴിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും വെള്ളം ഒഴിച്ച് വെക്കാം. ലാസ്റ്റ് എന്താവും നോക്കാം. സത്യം പറഞ്ഞാൽ എന്നും ഇമ്മയാണ് കുക്ക് ചെയ്യാറ്. നമ്മൾ ഫുള്ള് വീഡിയോ എടുക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യുക, അതൊക്കെയാണ് നമ്മളുടെ മെയിൻ പരിപാടി. പിന്നെ ഇങ്ങനെ ഒരു അമ്മായിമ്മേനെ കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് കുക്കിങ്ങും ബന്ധപ്പെട്ടിട്ടുള്ള പണികളൊന്നും ഉണ്ടാവില്ല. അപ്പം എന്തായാലും നമ്മളെ മാവ് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇലയിലോട്ടിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് ഇലയിൽ ഇട്ട് പരത്തി കൊടുക്കാൻ പോവാട്ടോ. നല്ലപോലെ തിന്നായിട്ട് പരത്തി കൊടുക്കണം. കുറച്ചും കൂടി കട്ടിയായി കഴിഞ്ഞാൽ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഭംഗിയിൽ പരത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊടുക്കാൻ കേട്ടോ. ഇതിപ്പോൾ അട ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. പക്ഷേ നമ്മളെ കണ്ടൻറ്റിൻ്റെ ദാരിദ്ര്യം കൊണ്ട് ഇന്നിപ്പോൾ അട ആയിപ്പോയിന്നുള്ളൂ. ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കുക. ചിലവർ മറ്റ് ശർക്കര ഇട്ട് കൊടുക്കും. ശർക്കര എനിക്ക് വലിയ ഇഷ്ടമല്ല. ഇവിടെ ഇക്കാൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ശർക്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കെന്താണെന്നറിയില്ല, എനിക്ക് പഞ്ചസാരനോടൊരു അട്രാക്ഷനാണ്. ഇനി ഇത് ഈ ഷേപ്പിലാണ് മടക്കി കൊടുക്കണ്ടേ. ഇനി ഇതുപോലെ ബാക്കിയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഓക്കെ, പിന്നെ നമുക്കിതാ വേവിച്ചെടുക്കട്ടോ. അപ്പോൾ നല്ല നിരന്നേനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടെണ്ണം കൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇലയുടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് ഒരു ടെറ്റപ്പ്.